ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലമാണ് ഹാഗ്ലി പാർക്ക്. ക്രൈസ്റ്റ് ചർച്ചിലെ ഒരു വലിയൊരു പാർക്കാണിത്. കുറേ സമയം എടുത്ത് കണ്ടു തീർക്കേണ്ട ഒരു പാർക്കാണിത്. ഇത്ര വലുതാണ്. കണ്ടില്ലേ, ലൈം എന്ന് പറയുന്ന ഒരു സ്കൂട്ടി പോലത്തെ ഒരു സംഭവം. ഇതിലൊരു കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതാണ് ട്രാം വേസ്. അതിൽ കയറിയാൽ നമുക്ക് സിറ്റി ടൂർ ചെയ്യാൻ പറ്റും. ഇതുവരെ കയറിയിട്ടില്ല, വൺ ടൈം ഒന്ന് കയറണം. ഭയങ്കര ഭംഗിയായിട്ടുള്ളൊരു പാർക്കാണിത്. ഇത് കണ്ടില്ലേ, കുറേ താറാങ്കൂട്ടങ്ങളൊക്കെ ഉള്ളൊരു റിവർ. നല്ല ഭംഗിയുണ്ട്. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ആ വെള്ളം അത്രത്തോളം ക്ലിയറാണ്. ക്ലീൻ ആൻഡ് ക്ലിയർ വാട്ടറാണ്. അതാണ് ഇവിടുത്തെ ഒരു പുഴയുടെയൊക്കെ ഒരു ഭംഗി എന്നൊക്കെ പറയുന്ന ഇതാണ്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, എങ്ങനെ ഇത്രയും മെയിൻറ്റെയിൻ ചെയ്ത് ഇത്ര ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടിരിക്കുക എന്നൊക്കെ പറയുന്നത്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഇത് ഫുള്ള് മഞ്ഞപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു. കുറേ ഇലയൊക്കെ കൊഴിഞ്ഞു പോയി. ഇപ്പോൾ ഓട്ടം സീസണിൻ്റെ അവസാന സമയമായിരിക്കുകയാണ്. ഇപ്പോഴാണ് ഞങ്ങൾ കരുതി ജസ്റ്റ് ഒന്ന് വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നുള്ളത്. ജൂൺ ആകുമ്പോൾ വിൻഡോ സ്റ്റാർട്ട് ചെയ്യും. അതിന് മുന്നേ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് സേവ് ചെയ്ത് വെക്കാമല്ലോ എന്ന് ചിന്തിച്ചിരുന്നു. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായൊരു പ്ലേസ് ആയിരുന്നു ഇത്. ഇവിടെ കാണാം ഒരു അപ്സ്റ്റേഴ്സ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നുണ്ടോ. അത് എനിക്ക് തോന്നുന്നത് കുറേ താറാവുകൾക്കൊക്കെ അതിലിങ്ങനെ കയറി കളിക്കാനായിട്ട് ഒരു പണിത് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഓരോ സ്റ്റെപ്പായിട്ട് കയറി കയറി ചെല്ലുമ്പോൾ അത് പറന്ന് താഴോട്ട് വീഴുമായിരിക്കും. അതുങ്ങൾക്ക് വേണ്ടി ഒരു എൻ്റർടൈൻമെൻറ്റ് അതിന് വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്നതായിരിക്കാം. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. വീഡിയോയിൽ എത്രത്തോളം ഭംഗി വരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഉള്ളൊരു പ്ലേസ് ആയിരുന്നു ഇത്. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ശരിക്കുള്ള ബ്യൂട്ടി നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ബൊട്ടാണിക് ഗാർഡൻസ് ഉണ്ടായിരുന്നു. കുറേ ഗാർഡൻസും ട്രീസും ഒക്കെ നിറഞ്ഞൊരു സ്ഥലം. നല്ല ഭംഗിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ ഉണ്ട് കാണാനായിട്ട്. ഫുൾ മഞ്ഞിപ്പ് നിറഞ്ഞ വലിയ വലിയ ശാഖകളുള്ള മരങ്ങളും റെഡ് കളറിൽ ലീവ്സുള്ള മരങ്ങളും അങ്ങനെ കുറേ ട്രീസാണ് ഇതിൻ്റെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി. നല്ല ഭംഗിയാണ് കാണാൻ. കുറേ കൊഴിഞ്ഞു പോയി. നമ്മൾ കുറച്ചുകൂടെ നേരത്തെ വന്നായിരുന്നെങ്കിൽ ഫുള്ള് മഞ്ഞ കളറിൽ കാണാൻ പറ്റുമായിരുന്നു. ഇനി ഇതൊരു മ്യൂസിയമാണ്. പലതരത്തിലുള്ള ക്യാറ്റസ് ഇവിടെ വെച്ചിരിച്ചിട്ടുണ്ട്. ഐ തിങ്ക് പോയിസണസ് ആയിട്ടുള്ള ക്യാറ്റസൊക്കെ ഇവർ ഗ്ലാസ്സിലാണ് വെച്ചിരിക്കുന്നത്. പലതരത്തിലുള്ള പ്ലാന്റ്സ് ഒക്കെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിലൊരെണ്ണമാണ് പിച്ച് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്മെല്ല് കാരണം ഇൻസെക്ട്സ് അതിലേക്ക് അട്രാക്റ്റ് ചെയ്യും. അങ്ങനെ ഇൻസെക്ട്സ് ആ പ്ലാന്റിൽ ട്രാപ്പ് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. നമ്മൾ ഇവിടുത്തെ ഒരു മ്യൂസിയമാണിത്. മ്യൂസിയം ജസ്റ്റ് കാഫറ്റീരിയയാണിത്. സംഭവങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഇറ്റ്സ് സോ എക്സ്പെൻസീവ്. പല കൺട്രീസിലുള്ള പല സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആയിരുന്നു. കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. കുറേ ക്ലേ പോട്ട്സ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു.
താറാങ്കൂട്ടങ്ങളും ഒക്കെ വെള്ളത്തിലുണ്ട്. നല്ല ഭംഗിയായിരുന്നു അതുങ്ങളെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ, നല്ല രസമായിരുന്നു. പലതരത്തിലുള്ള അരയന്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് നമുക്ക് ഫീഡ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ ഞങ്ങൾക്ക് കുറേയേറെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി, നല്ല നല്ല പിക്ചേഴ്സൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഹൈഗ്ലി പാർക്ക്. ഡെഫിനറ്റ്ലി വീണ്ടും എന്തായാലും ഇവിടെ വരും. പിന്നെ ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് കണ്ടൊരു ആപ്പിൾ ട്രീ ആണിത്. അവിടെ ഞങ്ങൾ കുറച്ച് ആപ്പിൾസൊക്കെ ഞങ്ങൾ പിക്ക് ചെയ്തു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.